പത്തരമാറ്റി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പത്തരമാറ്റി സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡ് ജയൻ ഡോക്ടറോട് ദേവയാനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട്, സാധാരണ ഇങ്ങനെ ഒരു വിഷം ഉള്ളിച്ചെന്ന വയറൊന്ന് ക്ലീൻ ചെയ്യുമ്പോഴത്തേനും പേഷ്യൻസിന് നല്ല മാറ്റം ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇവിടെ ഇന്റേണൽ ഓർഗൻസിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അത് അത്ര നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല. വയറിനുള്ളിൽ ഒരു തരം പൊള്ളലേറ്റ അവസ്ഥയാണ് ഇപ്പോ ദേവയാനിക്ക്. ആസിഡ് കലർന്ന ഒരു മിശ്രിതമാണ് ഉള്ളിൽ ചെന്നേക്കുന്നത്. അത് കുടലിനെ നന്നായിട്ട് അത് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുമ്പോൾ പലപ്പോഴും വൊമിറ്റ് ചെയ്യുന്നത്. ലിക്വിഡ് ഫുഡാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശരീരം വേണ്ടത്ര രീതിയിൽ അത് അബ്സോർബ് ചെയ്യുന്നില്ല. പിന്നെ മെഡിസിന്റെ ബലത്തിലാണ് ആളിപ്പോ പിടിച്ചു നിൽക്കുന്നത്. അപ്പം ജയൻ ചോദിക്കുന്നുണ്ട്, അപ്പം ബ്ലഡ് കൊടുത്തിട്ടും കാര്യമായ മാറ്റം ഇല്ല അല്ലേന്ന് ചോദിക്കുക. അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട്, മാറ്റമുണ്ട്, എങ്കിലും ആശ്വസിക്കാൻ സമയമായിട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നതെന്ന് പറയുക. എല്ലാം പഴയതുപോലെ നോർമൽ ആവാൻ സമയമെടുക്കും. അതിനിടയിൽ അനാവശ്യ ചിന്തകൾ മനസ്സിനെ അകറ്റിക്കൊണ്ടിരിക്കുക. ബ്ലഡ് കൊടുത്ത ആളാണ് സാറിന്റെ മിസ്സിന്റെ പ്രധാന ശത്രു അല്ലേന്ന് ചോദിക്കുക. അപ്പം ജയൻ പറയുന്നുണ്ട്, അത് ഞാൻ ഡോക്ടറിന് വിശദമായിട്ട് സംസാരിച്ചല്ലോ പറയുക. അപ്പം ഡോക്ടർ പറയുന്നുണ്ട്, പേഷ്യൻസിന്റെ മനോനിലയ്ക്ക് കാര്യമായ തകരാർ സംഭവിച്ചാൽ സൈക്കാട്രിസ്റ്റിന്റെ സഹായം തേടാറുണ്ട് ഞങ്ങൾ ഡോക്ടർമാര്. നാളെ സൈക്കാട്രിസ്റ്റ് വരും. എന്നിട്ട് പേഷ്യന്റിനോട് വളരെ വിശദമായിട്ട് സംസാരിക്കും. ചിലപ്പോൾ ചില മരുന്നൊക്കെ അതിനു വേണ്ടി കഴിക്കേണ്ടി വരും എന്നൊക്കെ ഡോക്ടർ പറയുക. മരുമകൾക്ക് കുഴപ്പമുണ്ടോ ഇല്ലെന്നല്ല ഇവിടുത്തെ പ്രശ്നം. വിവാഹത്തിന്റെ അന്ന് മുതലേ ആ കുട്ടിയെ സാറിന്റെ മിസ്സസ് വെറുത്തു. ആ വെറുപ്പ് നാൾക്ക് നാൾ കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. അത് തന്നെയാണ് ഇപ്പോ ആ കുട്ടി കാച്ചി വെച്ച പാല് കുടിച്ചിട്ട് പേഷ്യൻസിന് ഈ ഒരു അവസ്ഥ പറ്റിയത്. അതും അവർ തമ്മിലുള്ള അകലം കൂട്ടി. തെറ്റിദ്ധാരണയാണ് സാറ് പല കുടുംബങ്ങളും തകർക്കുന്ന വില്ലൻ എന്ന് പറയുക. നമ്മളുടെ യഥാർത്ഥ സ്വഭാവം ആവത്തില്ല മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്. അപ്പൊ ജയൻ പറയുന്നുണ്ട്, അത് 100% സത്യമാ. ഇന്നത്തെ കാലത്ത് ആത്മാർത്ഥ സ്നേഹവും പ്രണയവും ഒന്നുമില്ല. മൊത്തത്തിൽ എല്ലാവരും ആത്മീയം മാത്രമാ. അവിടെ ദൈവം കൊണ്ടു തന്ന പത്രമാറ്റുള്ള കുട്ടിയാണ് നയനമോളെന്ന് പറയാ. അത് എന്റെ മകൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവന്റെ അമ്മയ്ക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ജയൻ ഇങ്ങനെ ദേവയാനിയുടെ റൂമിലോട്ട് പോയിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുക ദേവേനോട്. അപ്പം ദേവേന് പറയുന്നുണ്ട്, തീരെ വയ്യ, ഇനി എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്ന് സംശയമുണ്ട്. അപ്പം ജയൻ പറയുന്നുണ്ട്, ബ്ലഡ് മാറ്റി കഴിഞ്ഞാൽ എല്ലാം ശരിയാവുന്ന ഡോക്ടർ പറഞ്ഞേക്കുമെന്ന് പറയുക. അപ്പം ദേവൻ ചോദിക്കുന്നുണ്ട്, അവള് പുറത്തുണ്ടോ നയന? അപ്പം ജയൻ ചോദിക്കുന്നുണ്ട്, എന്താ ചോദിച്ചത്? ഒരു കാരണവശാലും അവളെ ഇങ്ങോട്ട് കടത്തി വിടരുത്. അവളെ കണ്ടാൽ എന്റെ രോഗം കൂടെ ഉള്ളൂ എന്നിങ്ങനെ പറയുക, ജയനോട് പറയുക. അപ്പം എന്നിട്ട് ജയൻ പറയുന്നുണ്ട്, എന്താ ദേവേൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? നയനെ എതിർക്കും തോറും അത് നിനക്ക് ഗുണമല്ല, ദോഷമാ ഉണ്ടാക്കുന്നതെന്ന് പറയുക. അപ്പം ദേവേന് പറയുന്നുണ്ട്, എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് അവളാ. എന്നിട്ട് നിങ്ങളെല്ലാം അവളെ എന്തിനാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുക. അപ്പം ജയൻ പറയുന്നുണ്ട്, എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഇപ്പൊ പറഞ്ഞ നിനക്ക് മനസ്സിലാവത്തില്ല. അവളെ പോലെ നന്മയുള്ള ഒരു മരുമോളെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണെന്ന് പറയുക. എന്നിട്ട് പറയുന്നുണ്ട്, പക്ഷേ നീ അത് തിരിച്ചറിയാതെ പോയി എന്ന് പറയുക. അപ്പത്തേനും ദേവേനി പറയുന്നുണ്ട്, ഇനി എന്റെ മരുമോള് അനാമിക മോള, അതുകൊണ്ടാ അവൾ എനിക്ക് ബ്ലഡ് തരാമെന്ന് പറഞ്ഞത് എന്നിങ്ങനെ പറയുക. അങ്ങനെ നമുക്ക് ഒരാപത്ത് വരുമ്പോ നമ്മളെ ജീവൻ തന്ന് സഹായിക്കുന്നവരാ നമ്മളെ ബന്ധുക്കള്. അങ്ങനെ ഇരിക്കുമ്പോ അപ്പം ജയൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ ഉറപ്പായിട്ട് നയന മോളെ നീ സ്നേഹിക്കണം എന്ന് ദേവേനോട് പറയുക. അപ്പം ദേവേന് പറയുന്നുണ്ട്, ഞാൻ എന്തിനാ അവളെ സ്നേഹിക്കുന്നത്? അവളാണോ എനിക്ക് ബ്ലഡ് തന്നത് എന്നിങ്ങനെ പറയുക. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ ജയേട്ടനൊന്നും പറയാത്തെ? അപ്പം ജയൻ പറയുന്നുണ്ട്, ഞാനെന്ത് പറയാനാ? പക്ഷെ ഒരു സത്യം മാത്രം എനിക്കറിയാം, നീ ആരെയാണ് വെറുക്കാൻ പാടില്ലാത്തത് അവളെയാണ് നീ ഇപ്പൊ വെറുക്കുന്നതെന്ന് പറയുക. അപ്പം ദേവന് പറയുന്നുണ്ട്, അവളെ ന്യായീകരിക്കാനായിട്ട് ആരും ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ ആവശ്യനോട് പറഞ്ഞു കഴിഞ്ഞു. എന്റെ ഈ അവസ്ഥ കണ്ടിട്ട് എന്തിനാ എന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ പറയുന്നേന്ന് പറയുക. അപ്പം ജയൻ പറയുന്നുണ്ട്, ശരി, ഞാൻ നിർത്തി. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ പോകുന്നതിന് മുന്നേ ഞാൻ പറയുക, നീ എത്ര വെറുത്താലും നിന്റെ ആരോഗ്യം വേണ്ടി നമ്മുടെ മരുമോള് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ജയൻ ദേവേനിയുടെ
മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞിട്ട് പോവുക കേട്ടോ. പോയിട്ടാണെങ്കിൽ നമ്മുടെ ആനാമികയാണെങ്കിൽ വീട്ടിൽ വന്നു കേട്ടോ. എന്നിട്ട് വേണുവിനോടും രേവതിയോടും ഒക്കെ പറയുന്നുണ്ട്, നമ്മൾ നമ്മൾ നയനയും നവ്യയൊന്നും അല്ല ഇല്ലാതാക്കേണ്ടത്, അവളുടെ മകളുടെ അനിയത്തി നന്ദുവിനെയാണ് എന്നിങ്ങനെ പറയുക. ആരും ഇല്ലാത്ത സമയം നോക്കി അവൾ എത്തിയത് വീണ്ടും അനിയെ വശത്താക്കാനാ എന്നിങ്ങനെ പറയുക. അപ്പം രേവതി പറയുന്നുണ്ട്, ഏതായാലും നീ ജാനകിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ എന്ന് പറയാ. അപ്പം അനാമിക പറയുന്നുണ്ട്, അവരെ ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ, എന്റെ ഭർത്താവ് എന്ന് പറയുന്നവൻ മാറണ്ടേ. അപ്പം വേണു ചോദിക്കുന്നുണ്ട്, അവൻ അവളെ വിളിച്ചു വരുത്തിയതായിരിക്കുമോ മോളെ? അപ്പൊ അനാമിക പറയുന്നുണ്ട്, പിന്നല്ലാതെ, ആരും ഇല്ലാത്ത സമയത്തല്ലേ അവളെ വിളിച്ചു വരുത്തിയത് എന്നിങ്ങനെ പറയുക. എന്റെ കല്യാണം മുടക്കാൻ അവളെ കൊണ്ട് കഴിയുന്നതൊക്കെ അവൾ ചെയ്തു, എന്നിട്ട് അതൊന്നും വിജയിച്ചില്ല. ഇപ്പൊ ഞാനും അനിയും തമ്മിൽ നല്ല അകലമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അതിന്റെ ഇടയിലേക്ക് കയറി കൂടാൻ അവൾ നോക്കുന്നത്. അപ്പം രേവതി പറയുന്നുണ്ട്, അങ്ങനെ നമ്മളെ മോളുടെ ജീവിതം തകർക്കുന്നവളെ കൊന്നാലും കുഴപ്പമില്ല വേണു കേട്ടോ അന്നേ ഇങ്ങനെ രേവതി പറയുക. അപ്പൊ അനാമി പറയുന്നുണ്ട്, അച്ഛനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, മോളുടെ കയ്യിൽ നിന്ന് സ്വർണവും പണവും വാങ്ങിച്ച് കടം വീട്ടാനേ അറിയത്തുള്ളൂ എന്ന് ഇങ്ങനെ പറയുക. മോൾക്ക് ഒരു സങ്കടം വന്നാൽ അത് പരിഹരിക്കാൻ അറിയത്തില്ല എന്നിങ്ങനെ പറയുക. അപ്പം വേണു പറയുന്നുണ്ട്, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുക. എന്നിട്ട് അനാമി പറയുന്നുണ്ട്, അവളും അനിയും തമ്മിലുള്ള കൂടിക്കാഴ്ച അവസാനിക്കണം, എനിക്ക് അത്രയേ ഉള്ളൂ എന്നിങ്ങനെ അനാമിക പറയുക. അപ്പൊ രേവതി പറയുന്നുണ്ട്, ഇതൊക്കെ വലിയ വഴക്കാക്കണം മോളെ, ഭർത്താവിന്റെ മനസ്സ് മറ്റൊരു പെണ്ണിലേക്ക് ചായുന്നുണ്ടെങ്കിൽ ആ ബന്ധം മുറിച്ചു മാറ്റേണ്ടത് നമ്മള് പെണ്ണുങ്ങൾ തന്നെയാണ് എന്ന് അനാമികയോട് പറയുക. അപ്പൊ അനാമിക പറയുന്നുണ്ട്, എല്ലാം നടന്നേനെ അവളെ ചേച്ചി വിഷം കുടിച്ചിരുന്നെങ്കിൽ, അതിപ്പോ മാറിപ്പോയല്ലോ എന്നിങ്ങനെ പറയുക. അപ്പം വേണു പറയുന്നുണ്ട്, എന്റെ മോളുടെ ജീവിതം മനഃപൂർവ്വം കുളം തോണ്ടാ ഒരുത്തി അലഞ്ഞു തിരിയുവാണെങ്കിൽ അവക്ക് അതിനുള്ള ശിക്ഷ കിട്ടിയേ പറ്റുള്ളൂ എന്നിങ്ങനെ വേണു പറഞ്ഞിട്ട് ഇങ്ങനെ പോവാട്ടോ. എന്നിട്ടാണെങ്കിൽ രേവതി പറയുന്നുണ്ട്, വെറുതെ നീ നിന്റെ അച്ഛനെ ചൂട് പിടിപ്പിച്ച് വിടണ്ടല്ലായിരുന്നോ, ഇനി അങ്ങേര് എന്തെങ്കിലും അബദ്ധം കാണിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം അനാമിക പറയുന്നുണ്ട്, അവളെ കൊല്ലണമെങ്കിൽ അങ്ങ് കൊല്ലട്ടെ അമ്മേ, എന്റെ സൗഭാഗ്യങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നവള് മരിച്ചാലും കുഴപ്പമില്ല എന്നിങ്ങനെ അനാമിക രേവതിയോട് പറയുക കേട്ടോ. അപ്പത്തേനും വേണുവാണെങ്കിൽ കുറെ ഗുണ്ടകളെ നന്ദുവിനെ തല്ലാനായിട്ട് പറഞ്ഞു വിടുവാട്ടോ. നമ്മളെ നന്ദു ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ വരുമ്പത്തേനും ഒരു കാർ കൊണ്ട് തടഞ്ഞു നിർത്തി കുറെ ഗുണ്ടകള് ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മുടെ നന്ദുവിനോട് പറയുന്നുണ്ട്, ഇറങ്ങടി, ഇറങ്ങെന്നൊക്കെ പറയുക. അപ്പൊ നന്ദു പറയുന്നുണ്ട്, ആ കാറിലോട്ട് കയറാനൊക്കെ പറയുക. അപ്പൊ നന്ദു ചോദിക്കുന്നുണ്ട്, എന്തിനാന്നൊക്കെ ചോദിക്കുക നന്ദു. അപ്പൊ പറയാ, ഞാൻ ഈ സ്കൂട്ടർ ഒന്ന് സൈഡിലോട്ട് ഒതുക്കി വെക്കട്ടെ എന്ന് പറയുക. എന്നിട്ട് നമ്മുടെ നന്ദു ആണെങ്കിൽ സ്കൂട്ടർ അങ്ങോട്ട് ഒതുക്കി വെക്കുക. എന്നിട്ട് പെട്ടെന്നാവട്ടെ എന്നൊക്കെ പറയുക. ആ സമയത്ത് വേണു ആണെങ്കിൽ കാറിൽ വന്നിട്ട് ഇവരെ നന്ദുവിനെ അടിക്കുന്നത് കാണാനായിട്ട് കാറ് ഒതുക്കി നിർത്തിയിട്ട് വേണു അവിടെ ഇരുന്ന് പറയുക, ഇന്ന് അവരുടെ എല്ലൊക്കെ അടിച്ചു നുറുക്കി അവിടെ വീട്ടിൽ കൊണ്ട് ഇട്ട് കൊടുക്കണമെന്ന് ഇങ്ങനെ പറയുക. എന്നിട്ടാണെങ്കിൽ ആ ഗുണ്ടകള് നന്ദുവിനെ അടുത്ത് പറയുന്നുണ്ട്, കയറെന്ന് പറയുമ്പോഴത്തേന് നന്ദു അവരെയൊക്കെ അങ്ങ് അടിച്ചൊതുക്കുക. ഇത് കണ്ട് ഞെട്ടിയ വേണു കാറിന്റെ അകത്തുനിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് നന്ദു ആണെങ്കിൽ ഭയങ്കര നല്ലോണം അവരെ അടിച്ചു കൊടുക്കുക. അപ്പം വേണു പറയുന്നുണ്ട്, ഇവിടെ ഫൈറ്റ് നടത്തുന്നവളാണെന്നറിയാം, പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നിങ്ങനെ പറയാട്ടോ. വേണു ആകെ പേടിച്ചിരിക്കുക അടിയൊക്കെ കണ്ടിട്ട്. അപ്പത്തേന് അടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആര് വരുന്നുണ്ട്, അനി ബൈക്കിൽ ഇങ്ങനെ വരുക. ഇത് കണ്ടിട്ട് അനിയും കൂടെ അവരെ ഇങ്ങനെ തല്ലുന്ന സമയത്ത് നമ്മുടെ നന്ദി ചോദിക്കുന്ന, ആരാടാ നിന്നെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേന്ന് ചോദിക്കുക. അവര് ഉടനെ കാറിലൊക്കെ കയറി ആ ഗുണ്ടകളെല്ലാരും ഇങ്ങനെ പോവുക കേട്ടോ. പിടിച്ചിട്ട് അവരെയൊന്നും പിടിക്കാൻ പറ്റിയില്ല, അവരങ്ങ് കാറിൽ കയറി അങ്ങ് രക്ഷപ്പെട്ട് പോവുക. എന്നിട്ടാണെങ്കിലും അപ്പം വേണു അവിടെ നിന്ന് കാറിൽ നിന്ന് പറയുന്നുണ്ട്, ഇവർമാർക്കൊക്കെ പൈസ കൊടുക്കുന്നവരെ വേണം പറയാനായിട്ട്, കിട്ടുന്ന പൈസക്ക് 3 നേരം കുടിക്കും തിന്നും, അതിനപ്പുറം ഇവന്മാരെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്ന് പറഞ്ഞിട്ട് നേരെ വേണു ആണെങ്കിൽ
അവിടെ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ നന്ദുവിനെ അനി ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പം അനി നന്ദുവിനോട് പറയുന്നുണ്ട്, കുറെ നാളായി തന്റെ ഒരു തല്ല് കണ്ടിട്ടെന്ന് പറയുക. നല്ല സൂപ്പർ തല്ലായിരുന്നു കേട്ടോ എന്ന് അനി പറയുക. അപ്പം നന്ദു പറയുന്നുണ്ട്, ഓ അതിന് ആത്മബന്ധനമൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് സ്കൂട്ടിയിൽ ഇങ്ങനെ കയറുവാട്ടോ നന്ദു. അപ്പം അനി പറയുന്നുണ്ട് നന്ദു എന്നൊക്കെ പറയുക. അപ്പൊ അനിയോട് നന്ദു പറയുന്നുണ്ട്, പരമാവധി കാണുമ്പോ ഒഴിഞ്ഞു പോയാൽ മതി. ഇനി ഞാൻ കാരണം അനിയുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ പാടില്ല, കുടുംബ കലഹം ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുക. അപ്പൊ അനി പറയുന്നുണ്ട്, എടോ അത് തന്നെ കണ്ടില്ലെങ്കിലും പൊരുത്തപ്പെടാത്ത ബന്ധങ്ങൾ നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകത്തില്ല എന്ന് പറയുക. അപ്പം നന്ദു പറയുന്നുണ്ട്, ആയിക്കോട്ടെ, പക്ഷെ ഞാൻ അതിനൊരു കാരണമാവല്ലെന്നാ പറഞ്ഞെന്ന് പറയുക. അപ്പത്തേനും ആനി പറയുന്നുണ്ട്, വീട്ടിലൊരു വിശേഷം നടക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ, അന്ന് താൻ വീട്ടിലേക്ക് വരുമോ? അപ്പം അന്നന്ത് ചോദിക്കുന്നുണ്ട്, എന്ത് വിശേഷം? അപ്പം ആനി പറയുന്നുണ്ട്, 41 അന്ന് നമ്മൾ കാൽനടയ്ക്ക് മലയ്ക്ക് പോകുന്നത്, അന്ന് കന്നി മറ്റു പൂജകളും ഒക്കെ വിപുലമായിട്ട് നടത്തുന്നുണ്ട്. ആ ദിവസം നന്ദുവിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ താനും പങ്കുകൊള്ളണമെന്നുണ്ടെന്നൊക്കെ പറയുക. അപ്പം നന്ദു പറയുന്നുണ്ട്, ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോളാന്ന് പറയുക. ഇനി അധികമൊന്നും എന്നെ അങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ടെന്ന് പറയുക. അത് ഗുണത്തെക്കാളേറെ നമുക്ക് രണ്ടുപേർക്ക് അത് ദോഷയെ സംഭവിക്കുള്ളൂ എന്ന് പറയുക. അപ്പം വേണു ഇതൊക്കെ കാറിരുന്ന് ഇങ്ങനെ കണ്ടോണ്ട് നിൽക്കുക അവര് സംസാരിക്കുന്നത്. അപ്പം വേണു ഇങ്ങനെ പറയുന്നുണ്ട്, മോള് പറഞ്ഞത് ശരിയാ, രണ്ടും തമ്മിൽ മുടിഞ്ഞ പ്രേമാന്നിങ്ങനെ പറയുക. എന്ത് ചെയ്യാനാ, അവള് കൈയും കാലും ഒടിഞ്ഞു കിടക്കുന്നത് കാണാനും പറ്റിയില്ല എന്ന് പറയുക. എന്നിട്ട് നന്ദു അനിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഈ ഗുണ്ടകളെ വിട്ടത് അനാമികയുടെ അച്ഛനായിരിക്കും, അവൾക്കല്ലാതെ ഇപ്പൊ എന്നോട് മറ്റാർക്കും ശത്രുതയില്ല. ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ തമ്മിൽ കണ്ടതിന്റെ പ്രതികാരം തീർക്കാനായിരിക്കും അവരെ പറഞ്ഞു വിട്ടേന്ന് പറയുക. അപ്പം അനി പറയുന്നുണ്ട്, ഓ എന്തായാലും അത് താൻ ആഘോഷമാക്കിയല്ലേ എന്ന് പറയുക. അപ്പം നന്ദു പറയുന്നുണ്ട്, എങ്കിലും ഇനി ഇതുപോലെയൊന്നും ഇനി ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാ നമ്മൾ തമ്മിൽ കാണരുതെന്ന് പറഞ്ഞത്. ഒരു തെറ്റും ചെയ്യാതെ മറ്റുള്ളവരുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരുന്നത് സങ്കടമുള്ള കാര്യ. സാഹചര്യം ഒരുപാട് മോശമായ എനിക്ക് എങ്ങനെയൊക്കെ പ്രതികരിക്കാൻ പറ്റൂ, എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ പ്രതികരിച്ചു പോകുമെന്നൊക്കെ പറയുക. അപ്പം എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, അവസാനം അനാമികയെ തല്ലിയെന്ന പേര് ദോഷം കൂടി എന്റെ മേലെ ഉണ്ടാവും എന്നൊക്കെ പറയുക. അതിന് ദയവ് ചെയ്ത് അതിന് ഇടവരുത്തരുതെന്ന് നന്ദു അനിയോട് പറഞ്ഞിട്ട് നന്ദു അങ്ങ് പോവാട്ടോ. എന്നിട്ടാണെങ്കിൽ വേണുവാണേല് കാറ് കൊടുത്തോണ്ട് നേരെ അങ്ങ് വീട്ടിലോട്ട് പോവുക. വീട്ടിലോട്ട് പോയിട്ട് വേണു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഏർപ്പെടുത്തിയ ഗുണ്ടകള് വെറും പഴം വീങ്ങിയതാണെന്ന് അവള് പറയും, അതുകൊണ്ട് നടന്നത് തൽക്കാലം മറച്ചു വെക്കുന്നതാ നല്ലത് എന്നിങ്ങനെ പറയുക. അനാമികയാണെങ്കിൽ ഓടി വേണുവിന്റെ അടുത്തേക്ക് പോവുക, നന്ദുവിന് തല്ലി തകർത്തോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം വേണുവാണേല് കണ്ട ഉടനെ മോളെ എന്ന് വിളിച്ചപ്പോ അനാമിക ചോദിക്കുന്നുണ്ട്, എന്തായി? അപ്പം വേണു പറയുന്നത്, മോൾക്ക് ഇനി അവളുടെ ശല്യം ഉണ്ടാവത്തില്ല, അവളുടെ കൈയും കാലും തല്ലി ഓടിച്ചിട്ടുണ്ടെന്ന് പറയുക. അപ്പം അനാമിക ചോദിക്കുന്നുണ്ട്, അവളിപ്പോ ഹോസ്പിറ്റലിലാണോ? അപ്പൊ വേണു പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, എന്തായാലും പ്ലാസ്റ്റർ ഇട്ട കൈയുമായി അവൾ ഇനി നടക്കാൻ പോകുന്നത്. അപ്പം അനാമിക ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം രേവതി പറയുന്നുണ്ട്, ഇത് ഇനി പോലീസ് കേസ് ആവുമോ? അപ്പൊ വേണു പറയുന്നുണ്ട്, എന്ത് പോലീസ് കേസാവാൻ, അങ്ങനെ അവളുടെ അച്ഛനും അമ്മയും കേസ് കൊടുത്താലേ വീട് കയറി തല്ലും അവന്മാര്, അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ കൂലിക്ക് വെച്ചതെന്ന് പറയുക. അപ്പം അനാമിക പറയുന്നുണ്ട്, അവളെ ആജീവനാന്തം വെട്ടിക്കിടത്ത എന്തെങ്കിലും വഴി ഉണ്ടാച്ചാ എന്ന് ചോദിക്കുക അനാമിക. അപ്പം വേണു പറയുന്നത്, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ എന്നിങ്ങനെ പറയുക. എന്നിട്ട് വേണു പറയുന്നുണ്ട്, പടിപ്പടിയായിട്ട് നമുക്ക് ഓരോന്ന് ചെയ്യാം, അല്ലാതെ പെട്ടെന്ന് അങ്ങനെ ഓരോന്ന് ചെയ്താലേ അതെല്ലാം നമ്മുടെ തലയിലാവും മോളെ. അപ്പം രേവതി പറയുന്നുണ്ട്, പെണ്ണ് പറയുന്നത് കേട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു, ഒന്നും പിടിക്കപ്പെടാത്തത് ഭാഗ്യം എന്നേ പറയാൻ പറ്റൂ. അപ്പൊ അനാമിക പറയുന്നുണ്ട്, എന്നാ പിന്നെ ഒന്നും ചെയ്യണ്ട, ഒരു ദിവസം അവിടെ ഉള്ളവരെന്നെ പുറന്തള്ളുമ്പോ ഞാൻ ഇവിടെ വന്ന് നിൽക്കാം എന്നിങ്ങനെ പറയുക. അപ്പൊ വേണു പറയുന്നുണ്ട്, വന്ന് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അങ്ങനെ വരുമ്പോ വരേണ്ട രീതിയിൽ വരണം എന്നിങ്ങനെ പറയുക. എന്ന് വെച്ചാൽ കോടികൾ മോളുടെ കയ്യിൽ ഇരിക്കണമെന്ന്
എന്നിങ്ങനെ വേണു അനാമികയോട് പറയുക. നമുക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടണം മോളെ, നമ്മളുടെ കടമൊക്കെ തീരണം എന്നിങ്ങനെ പറയുക. അപ്പം രേവതി പറയുന്നുണ്ട്, അതെ, മൂർത്തി സാറിന്റെ കുടുംബത്തിനും പേരുദോഷം പേരുദോഷം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് കോംപ്രമൈസിനും തയ്യാറാവുന്ന എനിക്ക് തോന്നുന്നെന്ന് പറയുക. അപ്പം വേണു പറയുന്നുണ്ട്, എന്നൊന്നും കരുതണ്ട ഏട്ടാ, ഈ മൂർത്തി ഇപ്പോ രോഗമൊക്കെ വന്ന് വീട്ടിലൊക്കെ ഒതുങ്ങിയെങ്കിലും അയാൾ ആളൊരു പുലിയാ എന്നൊക്കെ പറയുക. തെറ്റ് ചെയ്യുന്നവരുടെ അടി അയറെ ഇളക്കും. അയാളുടെ മക്കളും ആദർശ് എന്ന് പറയുന്നവനും കൊച്ചുമോനൊക്കെ അങ്ങനെ തന്നെയാന്നൊക്കെ പറയുക. അപ്പം അനാമിക പറയുന്നുണ്ട്, എന്റെ ഭർത്താവിനെ കാട്ടും കുഴപ്പക്കാരനാ. അവന് ഏത് യുഗത്തിലാണോ അവൻ ജീവിക്കുന്നത്. അപ്പൊ വേണു പറയുന്നുണ്ട്, അവന് നീ ചാക്കിലാക്കി വരിഞ്ഞു മുറുക്കിയില്ലെങ്കിലേ നമ്മൾ ഈ പറഞ്ഞത് ഒന്നും നടക്കത്തില്ല എന്ന് പറയുക. അപ്പം അനാമിക പറയുന്നുണ്ട്, അവൻ എന്നെ ഇഷ്ടപ്പെടണമെങ്കില്, ഞങ്ങൾക്ക് ഒരു കുടുംബ ജീവിതം ഉണ്ടാവണമെങ്കിൽ ഈ നന്ദു എന്ന് പറയുന്നവളെ ഒരിക്കലും അവളെ കാണാതിരിക്കണം. അപ്പൊ വേണു പറയുന്നുണ്ട്, ഇനിയിപ്പം അവളെ ഉടനെയൊന്നും കാണാൻ പോകുന്നില്ല, അതുപോലെയല്ലേ ശരീരം ഇപ്പം ചതഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് വേണു അങ്ങ് അകത്തോട്ടങ്ങ് പോവുക. അപ്പം അനാമി പറയുന്നുണ്ട്, ആ അവസ്ഥയിലുള്ള അവളെ ഒന്ന് കണ്ട കൊള്ളാവുന്നുണ്ടെന്ന് പറയാ. അപ്പൊ ദേവത പറയുന്നുണ്ട്, എന്തിനാ കാണുന്നേ? അപ്പം അനാമി പറയുന്നുണ്ട്, അതുപോലെ അവള് ഹോസ്പിറ്റലിൽ വെച്ച് എന്നോട് സംസാരിച്ചത്, എന്നെ ഇൻസൾട്ട് ചെയ്താ ഉടനടി കൂലി കിട്ടുമെന്ന് അവളൊന്ന് അറിയണമല്ലോ എന്നിങ്ങനെ പറയുക. എന്നിട്ടാണെങ്കിലും അനാമിക ഇങ്ങനെ സന്തോഷിച്ചിങ്ങനെ നിൽക്കുക. നമ്മുടെ നന്ദുവിനിട്ട് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശിയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ മുത്തശ്ശിയോട് പറയുക, അനാമിക വീട്ടിൽ നിന്ന് പോയിട്ട് 2 ദിവസമായി, ആ കുട്ടി തിരികെ വരുന്നില്ല, അനി പോയി വിളിക്കുന്നുമില്ല. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഒരു ദിവസം ഇവിടെ വന്നിട്ട് പോയെന്ന് ജാനകി പറഞ്ഞിരുന്നു, അന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് നിന്നില്ല എന്ന് പറയുക. മുത്തശ്ശൻ പറയുന്നുണ്ട്, അനി ആകെ നിരാശയിലാണല്ലോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അവന് മുത്തത്തിന് നല്ല വിഷമമുണ്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, പല വീടുകളിലും വീട്ടില് പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ തലവേദന ഉണ്ടാകുന്ന കാര്യത്തിൽ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നാണ് ഞാൻ കരുതിയത് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. പല കുടുംബങ്ങളിലും പാവം തെറ്റുകളൊക്കെ ഉണ്ടാവുമ്പോൾ ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞാൻ. പക്ഷെ ഇപ്പൊ സ്വന്തം കുടുംബത്തിൽ താളം തെറ്റുമ്പോൾ അത് ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പത്തേനും അനിയുടെ അച്ഛൻ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, നിന്റെ മരുമകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുക. അമ്മയ്ക്കൊപ്പം പോയ അനാമിക ഇതുവരെ തിരികെ വന്നിട്ടില്ല എന്ന് പറയുക. അപ്പത്തേനും അനിയുടെ അച്ഛൻ പറയുന്നുണ്ട്, അച്ഛൻ തിരികെ വിളിക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും ജാനകിയും പോവാത്തതെന്ന് പറയുക. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്റെ നിലപാട് അതാണെന്ന് പറയുക. ഇറങ്ങിപ്പോയവർ മനസ്സ് മാറ്റി തിരികെ വരണം. പിന്നെ ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ കേൾക്കണമെന്ന ഒരു അഭിപ്രായം എനിക്കില്ല എന്നിങ്ങനെ പറയുക. അപ്പത്തേനും മുത്തശ്ശൻ പറയുന്നുണ്ട്, നിന്റെ മകന്റെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ട കുട്ടിയാ അത്. അതുകൊണ്ട് നിങ്ങളായിട്ട് ഒന്ന് കോംപ്രമൈസിന് ക്ഷണിക്കുവാണെങ്കിൽ അത് നല്ലതെന്ന് പറയുക. അപ്പൊ അനിയുടെ അച്ഛൻ പറയുന്നുണ്ട്, വേണ്ട അച്ഛ, ജാനകി പോയി വിളിക്കാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്നാൽ എനിക്ക് അവളിങ്ങനെ വഴക്കിട്ട് പോയത് അത്ര ദഹിച്ചിട്ടില്ല എന്ന് പറയുക. മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും വീട്ടിനകത്ത് അനിഷ്ട സംഭവങ്ങളൊക്കെ കൂടി വരികയാണ്. ദേവയാനി ഹോസ്പിറ്റലിലായി, ഇളയ കൊച്ചുമോന്റെ ഭാര്യയാണെങ്കിൽ ആ വീട്ടിലേക്ക് പോയി. അങ്ങനെ മൊത്തത്തില് ഒരു മോശ അവസ്ഥയിലൂടെയാണ് നമ്മളെ വീട് ഇവിടെ ഇങ്ങനെ കടന്നു പോകുന്നതെന്നൊക്കെ പറയുക.